ഇന്നു ചിന്തകൾ. ആശാൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു എനർജി. ഓക്കെ, ആശാനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ് യാതെ നിർത്താൻ പറ്റില്ല. അപ്പം എന്തായാലും ആശാൻ അല്ലാണ്ട് ഈ സിനിമയിൽ മറ്റൊരു ആശാനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജോൺ പോൾ പ്രൊഡ്യൂസർ ആയിരുന്നു, സൂരജ് ഫിലിം ജേക്കബും ഇതിന്റെ കൂടെ പ്രൊഡ്യൂസർ ആയിരുന്നു. ഓഫ് കോഴ്സ് അന്നം ഇസ് ഫാമിലി. പക്ഷെ സൂരജുമായിട്ടും ഈ സിനിമകളിലൊക്കെ ഉടനീളം ബന്ധമുണ്ട്. അമ്പിളിയുടെ EP ആയിരുന്നു, രോമാഞ്ചത്തിന്റെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസർ പാർട്ണർ. എങ്ങനെയുണ്ട് ആശാൻ ആസ് എ പ്രൊഡ്യൂസർ? വാട്ട് ഷുഡ് വി എക്സ്പെക്ട്? ആശാൻ ആക്ച്വലി ഒരു ടോട്ടൽ എന്റർടൈനർ ആണ്. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായി കുഞ്ഞിക്കവളുടെ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് കരയും എന്നൊക്കെ ഉള്ളത്. അത് പിന്നെ ജോൺ എപ്പോഴും ഒരു ചെറിയ കരച്ചിൽ ഉണ്ട് ഭാഗത്ത്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഒരു 90% ഫുൾ ഓൺ എന്റർടൈനർ ആണ്. സോ അത് അഷ്യോർഡ് ആണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതിനുള്ള പ്രധാന റീസൺ രാധാകൃഷ്ണൻ ചേട്ടനാണ്. അത് ആ തിയേറ്ററിലെ ആ സൗണ്ടും ഇതും എല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ രോമാഞ്ചം തന്നെ ആക്ച്വലി പലരും തിയേറ്ററിൽ കാണാതെ പലരും OTT കണ്ടിട്ട് പറഞ്ഞു അത്ര വർക്കായില്ല. ഞാൻ അന്നും പ്രൊമോഷൻസിന് പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി ആശാൻ ഇസ് വൺ ഓഫ് സച്ച് മൂവി. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. And Annam, as a producer of Ashan, Annam എന്താണ് പറയുന്നത്? ഇപ്പോൾ ജോണിനെ you see him at home now, you know, as a director, you followed his journey. ഏറ്റവും ക്ലോസ് ആയിട്ട് ജോണിന്റെ ജേർണി ഫോളോ ചെയ്തിരിക്കുന്ന അന്നമാണ്. ഇത് your first time as a producer? അന്നം ജോയിൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്? പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം ഈ ഒരു ആശാൻ എന്ന ചിത്രത്തിൽ ഓൾറെഡി സൂരജ് പറഞ്ഞു, വാട്ട് ഇസ് അന്നംസ് എക്സ്പെക്ടേഷൻ? ഒരുപാട് സന്തോഷം. ആശാൻ എന്ന സിനിമ ഉണ്ടായി വരുന്നത് വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അത് പ്രൊഡ്യൂസർ എന്ന നിലയിലും ജോൺ പോൾ എന്ന ആളുടെ ലൈഫ് പാർട്ണർ എന്ന നിലയിലും എൻ്റെ ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൂരജേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പുതിയ ആൾക്കാർ, പുതുമുഖങ്ങളുണ്ട്, പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട്. അതുപോലെ ഇത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ പ്രയാസമേറിയൊരു യാത്രയായിരുന്നു. സിനിമ നിർമ്മിക്കുക, അതിന് കൂടെ നമ്മൾ പല പല സെക്ടറിലെ ആളുകൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ആളെ കിട്ടിയിട്ടില്ല വീട്ടിൽ, അതല്ലേ സംഭവം. ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത്രയും നല്ലൊരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സിനിമ നമുക്ക് ഇത്ര മനോഹരമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹോൾ ക്രൂവിന് ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോഴും പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ് പല വർക്കുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഐ തിങ്ക് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ എന്തോരം ആൾക്കാരുടെ ഒരു എഫേർട്ടാണ് കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമ കൂടി ആയിരിക്കും ഇത്. ബട്ട് അനദർ തിങ് ലൈക്ക് ഐ വാസ് സേയിങ്, അന്നം യു ഓൾസോ ഷെയർ ഹിസ് ലവ് ഫോർ മ്യൂസിക് അല്ലേ? അപ്പോൾ ഐ വാസ് തിങ്കിങ് എന്തായാലും ജോൺ പോൾ ഇവിടെ ഉണ്ട്, നമുക്ക് ജോൺ പോളിൻ്റെ അടുത്ത് ആ ഒരു സംഗീതം നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് 4 വരി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്ലീസ്. ഇതിനകത്ത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് പറയുമ്പം എൻ്റെ അമ്മ, എനിക്ക് പാട്ട് കിട്ടിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അപ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ ഞാൻ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ ഞാനൊരു പാട്ട് പാടി കേൾക്കണമെന്ന്. അപ്പോൾ ഞാനിത് വേറൊരാളെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഞാനിത് ട്രാക്ക് പാടി ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നീട് എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ പാടി അതായത് ഞാൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഈ കഴിഞ്ഞ ഈ പാട്ട് ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കി പോയിട്ട് ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. അതെ. അമ്മയുടെ ആഗ്രഹം. അതെ. അപ്പം ആശാനെ ഒന്ന് വരാമോ? ആശാൻ എനിക്ക് 2 പാടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻചേട്ടനെ ഇന്ദ്രൻചേട്ടൻ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടാ ഓടിച്ചു പോകുന്നത്? ആ ഗ്യാപ്പ് കിട്ടിയപ്പോ അല്ലെങ്കിൽ അതിന്റെ ലെൻസിനെ കുറിച്ചൊക്കെ വിനായകൻ അതിഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വരി ആശാനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മൈക്ക് പിടിക്കും. റെക്കോർഡ്
ഓടിയതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പാടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ നമ്മൾ ആശാന്റെ കണ്ണു നിട്ട് കാത്തിരുന്നിട്ടും ഒക്കെ ഒരുപാട് പാടി കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യിച്ചതാണ്. അതായത് കുഞ്ഞു ചില്ലിനാൽ കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിടാം, വാക്കിലുള്ളതോ രൂപമാകവേ നൂറു ഭാവമാൻ ഭംഗിയിടാം. അച്ഛൻ ഈ രണ്ടുപേരും പാടിയിട്ടുള്ളൂ, ബാക്കി പാടാം. ചിറകേ ചിറകേ വെൺവാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നോ, പിന്നിടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളിടിപ്പുകൾ വേഗം കൂടുന്നുണ്ടാവോ, ഇന്നലെ വരെ മണ്ണിലെങ്കിലും ഇന്നു ചിന്തകൾ നാപണിഞ്ഞു പോ, നോവു തിന്നതും നോമ്പു നോറ്റതും മുന്നിലായിരം വർണ്ണചിത്രമാ, ചിറകേ ചിറകേ വെൺവാനത്തേറാനോളം വന്നോ, ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നുവോ, നേടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളെടുത്തുകൾ വേഗം കൂടുന്നുണ്ടാവോ. അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് താളം പിടിക്കുന്ന അമ്മയാ. ഐ തിങ്ക് അമ്മ ഭയങ്കര ഭാഗ്യം ചെയ്ത അമ്മ കൂടിയാണ്. അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ദാ മക്കൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് വെരി വെരി ബ്ലെസ്ഡ് മോം. എന്തിനാ ചേട്ടാ ആശാനെ കാണാൻ വേണ്ടി ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം ജോൺ, നമ്മളുടെ ഈ ഒരു സിനിമയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് അവരെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചാലോ? വിളിക്കാം.